നമസ്കാരം. സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശം നടത്തിയതിന് ശേഷം തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ്റെ സമയം വളരെ മോശമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ വലിയ പ്രതിഷേധം അന്ന് തന്നെ ഉണ്ടായിരുന്നു. കോടതിയിലേക്ക് ഈ പ്രസ്താവന എത്തിയിട്ടുണ്ട്. കോടതി ഈ ഉദയനിധി സ്റ്റാലിനെതിരെ വളരെ കർശനമായ, വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് നിരീക്ഷണങ്ങൾ പോലും നടത്തിയിട്ടുള്ളത്. താങ്കളൊരു മന്ത്രിയാണ് എന്ന് ഓർക്കണം. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രത്യാഘാതത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണമെന്നൊക്കെയാണ് കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. കോടതി വിധി പ്രതികൂലമായാലൊരു പക്ഷേ മന്ത്രിസ്ഥാനം പോലും നഷ്ടപ്പെട്ടേക്കാം എന്ന ഒരവസ്ഥയിലുമാണ് ഉദയനിധി സ്റ്റാലിൻ. എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത ഉദയനിധിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത അല്ലെങ്കിൽ വളരെ അപകടകരമായ ഒരു വാർത്തയാണ് വന്നത്. അതായത് അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധമുള്ള ഈ അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയുടെ ഇന്ത്യയിലെ മേധാവി എന്നൊക്കെ പറയാൻ സാധിക്കുന്ന ഒരാളുമായി ഉദയനിധിക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന വാർത്ത കഴിഞ്ഞ ദിവസം സ്ഥിരീകരിക്കപ്പെടുകയാണ്. അതായത് ഇത്തരത്തിലൊരു ബന്ധത്തെക്കുറിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി വാർത്താമാധ്യമങ്ങളിൽ ചർച്ചയുണ്ടായിരുന്നു. ഈ മയക്കുമരുന്ന് മാഫിയ തലവനായ ജാഫർ സാദിഖി എന്നയാൾ അയാൾ തന്നെ നേരിട്ട് NCBക്ക് മൊഴി കൊടുത്തിരിക്കുന്നു ഈ ഉദയനിധിയുമായി നടത്തിയ ഒരു ഇടപാട്. ആ ഇടപാടിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് ഇയാൾ മൊഴി നൽകിയത് എന്നാണ് പറയുന്നത്. ഒരു 7 ലക്ഷം രൂപ താൻ ഉദയനിധി സ്റ്റാലിന് കൊടുത്തിട്ടുണ്ട് എന്നും ഇതിൽ 5 ലക്ഷം രൂപ പ്രളയ ദുരിതാശ്വാസ നിധിയാണെന്നും 2 ലക്ഷം രൂപ പാർട്ടി ഫണ്ടിലേക്കുമാണ് എന്നുമാണ് സാദിഖ് മൊഴി നൽകിയിരിക്കുന്നത്. ഈ ജാഫർ സാദിഖ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ചെറിയ മീനൊന്നുമല്ല. മുൻ DMK പ്രവർത്തകനാണ് എന്ന് ഇയാൾ അവകാശപ്പെടുന്നുണ്ട്. മാത്രമല്ല 2000 കോടി രൂപയുടെ ഒരു മയക്കുമരുന്ന് സംഘം, 2000 കോടി രൂപയുടെ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ ഒരു അന്താരാഷ്ട്ര സംഘം, ഈ സംഘം വലയിലാകുന്നത് ഏതാണ്ട് ഫെബ്രുവരി മാസം 15-ാം തീയതിയോടുകൂടിയാണ്. തമിഴ്നാട്ടുകാരായ 3 പേർ ദില്ലിയിലാണ് NCBയുടെ ഉദ്യോഗസ്ഥരുടെ പിടിയിൽ ഈ തമിഴ്നാട്ടുകാരായ 3 പേർ അറസ്റ്റിലാകുന്നത്. അന്ന് തന്നെ അവർ തങ്ങൾക്ക് ഉദയനിധി സ്റ്റാലിനുമായും അതുപോലെ തന്നെ മറ്റ് DMK നേതാക്കളുമായും തമിഴ്നാട് സർക്കാരിലെ പ്രമുഖരുമായുമൊക്കെ ബന്ധമുണ്ട് എന്ന് ദില്ലി NCBയോട് ഇവർ സമ്മതിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാർത്തകൾ പരന്നത്. ഈ മാഫിയ സംഘത്തിൻ്റെ തലവൻ, ഇന്ത്യയിലെ തലവൻ എന്ന് പറയുന്നത് ഈ ജാഫർ സാദിഖാണ്. ജാഫർ സാദിഖ് അന്ന് മുതൽ ഒളിവിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് NCBയുടെ പിടിയിലായത്. അതിനുശേഷം നൽകിയ മൊഴിയിലാണ് ഇങ്ങനെ 7 ലക്ഷം രൂപ ഉദയനിധിക്ക് കൈമാറിയിട്ടുണ്ട് എന്ന ഒരു മൊഴി സാദിഖ് നൽകുന്നത്. ഇവരെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു മൊഴി ലഭിക്കുന്നത്. മാത്രമല്ല, ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാം, അല്ല എങ്കിൽ മറ്റേതെങ്കിലും ഔദ്യോഗികമായ റൂട്ടുകൾ അതിനുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഉദയനിധി സ്റ്റാലിന് നേരിട്ട് ഈ പണം കൈമാറിയെന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ NCB അധികൃതർക്ക് ഒരു സംശയമുണ്ട്. മയക്കുമരുന്ന് കച്ചവടത്തിൽ ഉദയനിധി സ്റ്റാലിനും പങ്കുണ്ടോ എന്നതാണ് അവരുടെ സംശയം. അതായത് ഈ പറയുന്ന സാദിഖ് മയക്കുമരുന്ന് കച്ചവടം നടത്തി കൊണ്ടുവന്ന പണമാണോ ഈ ഉദയനിധി സ്റ്റാലിന് നൽകിയിട്ടുള്ളത്? ഇനി ഇതിലും അപ്പുറം പണമിടപാടുകൾ ഇരുവരും തമ്മിൽ നടന്നിട്ടുണ്ടോ? ഇത്തരമൊരു സംശയമാണ് NCB അധികൃതർക്കുള്ളത്. അവർ അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കത്ത് എഴുതിയിട്ടുണ്ട്. അതായത് ഈ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത്തരത്തിൽ കൂടുതൽ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന കൂടുതൽ അന്വേഷണത്തിനായി കള്ളപ്പണം വെളുപ്പിക്കൽ ആ ഒരു ദിശയിലേക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായി NCB തന്നെ ഇപ്പോൾ EDക്ക് കത്തെഴുതി കഴിഞ്ഞു. വൈകാതെ ഈ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മകനെ കൊടുക്കാനായി ED എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷ. വലിയ രീതിയിലുള്ള മയക്കുമരുന്ന് റാക്കറ്റുമായിട്ട് മുഖ്യമന്ത്രിയുടെ മകന് ബന്ധമുണ്ട് എന്ന വാർത്തയാണ് വരുന്നത്. തീർച്ചയായും തമിഴ്നാട് രാഷ്ട്രീയത്തെ പിടിച്ച് കുലുക്കാൻ ശേഷിയുള്ള വാർത്തയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ആ സമയത്ത് ഇത്തരത്തിലൊരു വിവാദം തീർച്ചയായും DMKയെയും അതുപോലെ തന്നെ അതിൻ്റെ സഖ്യകക്ഷികളെയും ഒക്കെ, പ്രത്യേകിച്ചും കോൺഗ്രസിനെ ഉൾപ്പെടെ ബാധിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇതൊരു വലിയ വാർത്ത തന്നെയാണ്. ഉദയനിധി സ്റ്റാലിന് മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധമുണ്ട് എന്ന കഴിഞ്ഞ കുറേ നാളുകളായി
കേൾക്കാറുള്ള വാർത്തകൾക്ക് ഒരു എക്സ്റ്റൻഷൻ കൂടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തിൻ്റെ തലവൻ പിടിയിലായിരിക്കുന്നു. ആ തലവനിൽ നിന്നും 7 ലക്ഷം രൂപ വാങ്ങിയത് എന്തിന് എന്ന ചോദ്യത്തിന് ഉദയനിധി ഇനി മറുപടി പറയേണ്ടി വരും. ഉദയനിധിയെ ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ കേന്ദ്ര ഏജൻസികൾ തുടങ്ങിക്കഴിഞ്ഞു. ഇത്തരത്തിലുള്ള മറ്റ് ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ് ഉദയനിധി എന്ന മന്ത്രി മയക്കുമരുന്ന് മാഫിയയിൽ നിന്ന് പണം വാങ്ങിയത്? ഇതെല്ലാം വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.